ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബുക്ക് പേജ് മെൻ്റലിസം എന്ന മാജിക്കിൻ്റെ ട്യൂട്ടോറിയലാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാജിക്ക് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി മോളിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഈ മാജിക്ക് കാണുക, അതിനുശേഷം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഈ ട്യൂട്ടോറിയൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ ട്യൂട്ടോറിയലിലോട്ട് പോകാം. അപ്പോൾ ഇതൊരു പുതിയ മൈൻഡ് റീഡിങ് മാജിക്കാണ്. ഇതിന് മെൻ്റലിസത്തിൽ ബുക്ക് പേജ് മെൻ്റലിസം എന്ന് പറയും. ഇത് വളരെ പുതിയ ഒരു മാജിക്കാണ്. ഈ അടുത്ത കാലത്ത് ഒരു 6 മാസത്തിന് മുമ്പ് US കവാൻ ബൂത്ത് എന്ന് പറയുന്ന ഒരു മജീഷ്യൻ റിവീൽ ചെയ്ത മാജിക്കാണ്. അപ്പോൾ നമുക്ക് കവാൻ ബൂത്തിൻ്റെ മൈൻഡ് റീഡിങ് മാജിക്ക് കാണാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ 3 ബുക്കുകളുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ പ്രേക്ഷകരോട് ഏതെങ്കിലും ഒരു ബുക്ക് സെലക്ട് ചെയ്യാൻ പറയുന്നു. പിന്നീട് ആ സെലക്ട് ചെയ്ത ബുക്കിൽ നിന്ന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേജ് സെലക്ട് ചെയ്യാൻ പറയുന്നു. ആ പേജിലെ അവസാനത്തെ ലൈനിലെ അവസാനത്തെ വാക്ക് ഏതാണെന്ന് ചോദിക്കുന്നു. പിന്നെ നമ്മൾ മാജിക് എഫക്റ്റിലൂടെ ആ വാക്ക് കണ്ടുപിടിച്ച് പറയുന്നു. ഇതാണ് ഈ മാജിക്കിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ചില പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ ആ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ആവശ്യമുള്ള സാമഗ്രികളെന്നും നമുക്ക് ഇനി അങ്ങോട്ട് പരിശോധിക്കാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം നമുക്ക് 3 ബുക്സ് വേണം, പിന്നെ ഒരു മൊബൈൽ ഫോൺ. ഇത്രയാണ്, ഒന്നല്ല 3 മൊബൈൽ ഫോൺ വേണം. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. ഈ ബുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒരു അധികം പേജുള്ള ഒരു 500 പേജുള്ള പേജൊന്നും എടുക്കരുത്. ഒരു 300 പേജിന് താഴെയുള്ള ഒരു ബുക്ക് എടുക്കുന്നതായിരിക്കും സൗകര്യം. അതിൻ്റെ കാരണം നിങ്ങൾക്കിത് പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു 250, 300 പേജുള്ള 3 ബുക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. അതിൽ ഒരു ബുക്ക് പ്രേക്ഷകൻ തുറന്ന് നോക്കിയിട്ട് റാൻഡമായിട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള പേജ് തുറക്കാൻ പറയുന്നു. തുറന്ന് നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ അവസാനത്തെ വരിയിൽ, ആ പർട്ടിക്കുലർ പേജിലെ അവസാനത്തെ ലൈനിൽ അവസാനത്തെ വാക്ക് മനസ്സിൽ ആലോചിക്കാൻ പറയുന്നു. പിന്നെ നമ്മൾ ആ മനസ്സിൽ നിന്നത് പിടിച്ചെടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക്, ഇപ്പോൾ നമുക്ക് ഈ ബുക്ക് ആണ് സെലക്ട് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ ബുക്കിൽ നമുക്ക് ഇതിൻ്റെ ഓരോ പേജിലെയും ലാസ്റ്റ് വാക്ക് നമ്മൾ എഴുതി ഒരു PDF ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം. ഓരോ പേജ് നമ്പർ ഞാൻ അത് കാണിച്ചു തരാം. അതുപോലെ 3 ബുക്കിൻ്റെ ഉണ്ടാക്കണം. അതിനുശേഷം നമ്മൾ ഗെയിം ആരംഭിക്കുമ്പോൾ നമ്മൾ പ്രേക്ഷകനോട് പറയുകയാണ്, നിങ്ങൾ ഇഷ്ടമുള്ളൊരു ബുക്ക് എടുക്കാൻ പറയുന്നു. ഇതാണ് പ്രേക്ഷകൻ എടുത്തെന്ന് വിചാരിക്കുക. പ്രേക്ഷകനോടനെ ആ നമ്പർ മനസ്സിൽ വിചാരിച്ചതിന് ശേഷം നമ്മൾ കുറേ ഗിമ്മിക്സ് കാണിച്ചിട്ട് മനസ്സിലോട്ട് എടുത്തു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ നിങ്ങൾ കണ്ടു കാണും, ഒരു ടൈമർ സെറ്റ് ചെയ്യുന്ന ഒരു ഗിമ്മിക്സിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ആണ് പ്രധാനപ്പെട്ടൊരു കാര്യം. നിങ്ങൾ ഈ മൊബൈലിനകത്ത് ഒന്നാമത് ഇതിൻ്റെ ടൈമർ, ഇതിൻ്റെ ലോക്ക് സ്ക്രീൻ ഉപയോഗിക്കരുത്. എപ്പോൾ സമയത്തും തുറന്നിരിക്കുന്ന രീതിയിലായിരിക്കണം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേരെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഓരോ പേജ് നമ്പറും അതിൻ്റെ അവസാനത്തെ വരിയിലെ അവസാനത്തെ ലെറ്ററിൻ്റെ പേര് നമ്മളിങ്ങനൊരു ചാർട്ട് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇതിങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടോ, ഇത് ഒരു 1 അല്ലെങ്കിൽ 2 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ആ പർട്ടിക്കുലർ പേജിൻ്റെ നമുക്കറിയാൻ പറ്റും. വളരെ വേഗം അറിയാൻ പറ്റും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിത് എല്ലാ സ്ക്രീനും ഓഫ് ചെയ്തിട്ട് എല്ലാ ആപ്പും ക്ലോസ് ചെയ്തിട്ട് 2 ആപ്പ് മാത്രമായിരിക്കണം. ഒന്ന് ഇതേത് ആപ്പിലാണോ, ഒന്നെങ്കിൽ നോട്ട്സിലാവാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലാകാം, അറ്റാച്ച്മെൻ്റ് ആകാം. ഇത് ഓപ്പൺ ചെയ്യുന്ന അതുകൂടാതെ അത് കഴിഞ്ഞ് നമ്മളിതിൻ്റെ ബാക്ക് നമ്മൾ പ്രസ് ചെയ്യണം. ബാക്ക് പ്രസ് ചെയ്യുമ്പോൾ മറ്റേ വേറൊരു പേജ് വരും. അവിടെ നമ്മൾ ഒരു സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, 2 സ്ക്രീൻ മാത്രമേ പാടുള്ളൂ ഇവിടെ. കണ്ടോ? വേറെ ഒരു സ്ക്രീനും പാടില്ല. അപ്പോൾ നമ്മൾ മൊബൈൽ എടുത്ത ഉടനെ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ലിസ്റ്റാണ്. അപ്പോൾ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് പേജ് നമ്പറും വാക്കും മനസ്സിലായി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ നമ്മൾ സ്ക്രീൻ മാറ്റുന്നു. സ്റ്റോപ്പ് വാച്ചിലോട്ട് നമ്മൾ മാറ്റുകയാണ്. പിന്നെ ഒരു 2-3 സെക്കൻഡിൽ തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം സാധിച്ചു. പിന്നെ സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്യുന്ന ഗിമ്മിക്കെല്ലാം കഴിച്ചു. ഇനി ഈ സമയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ആ വാക്ക് മനസ്സിൽ ഓർത്തിരിക്കണം.
ഒരിക്കലും സംശയം തോന്നുന്നില്ല. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ 36 പേജ് നമ്പർ 136 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ അവസാനത്തെ വാക്ക്, അവസാനത്തെ പേജിൽ അവസാനത്തെ വരിയുടെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത് കോർട്ട് എന്നാണ്. അത് നമുക്ക് അത് മനസ്സിലാവും. അത് കോർട്ടാണ്. നമ്മൾ ആ ഫോൺ എടുത്ത ഉടനെ തന്നെ നമുക്ക് മനസ്സിലായി. പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് വാച്ചിലോട്ട് മാറി. പിന്നെ സ്റ്റോപ്പ് വാച്ച് കാണിച്ചിട്ട് നമ്മൾ ടൈമിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ പേജ് ഓർത്തെടുത്തു എന്ന് പറയുക. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗിമ്മിക്ക്. ഇനി ഒരു ചോദ്യം നിങ്ങളുടെ നാച്ചുറലായിട്ടും വരും, ഈ 3 ബുക്കിൽ ഏത് ബുക്കാണ്? അതിന് വളരെ സിമ്പിളാണ്, ഉത്തരം വളരെ സിമ്പിളാണ്. ഒരു മൊബൈൽ ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങളുടെ 2 പോക്കറ്റിൽ വേറെ 2 മൊബൈലാണ്. അപ്പോൾ 3 മൊബൈലായിരിക്കും. മറ്റ് 2 മൊബൈലും നമ്മൾ പോക്കറ്റിൽ നിന്ന് പുറത്തെടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം ഇതിൻ്റെത് ഏത് മൊബൈലിലാണ്, ഇതിൻ്റെ ഏത് മൊബൈലിലാണ്, ഇതിൻ്റെ ഏത് മൊബൈലിലാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ ഇതാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഓർത്തിരിക്കണം ഈ മൊബൈലാണ്. ഇതാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ പേജ് നമ്പറിൻ്റെ ഡോക്യുമെൻറ്റ് വേറെ മൊബൈലിലായിരിക്കും സേവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മൂന്നാമത്തേലായിരിക്കും സേവ്. ആ പർട്ടിക്കുലർ മൊബൈൽ എടുക്കുക. ഇതിനെപ്പറ്റി മിണ്ടണ്ട. നമ്മളൊരു വേറെ മൊബൈൽ എടുത്തിട്ട് എൻ്റെ ഒരു മൊബൈലുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വരികയാണ്. അപ്പോൾ നമുക്ക് 3 മൊബൈൽ വേണം. 2 മൊബൈൽ പോക്കറ്റിലായിരിക്കണം, 1 മൊബൈൽ മേശപ്പുറത്ത് വയ്ക്കാം. അപ്പം ഇതാണ് എടുക്കുന്നെങ്കിൽ നമ്മൾ ഈ മൊബൈലിനെ എടുത്താൽ മതി. വേറെ ആണെങ്കിൽ നമ്മൾ പോക്കറ്റിൽ നിന്നൊരു മൊബൈൽ എടുക്കണം. ഇത്രയേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അവസാനത്തെ ലൈനിൽ അവസാനത്തെ വാക്ക് നമ്മളെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നോക്കാനായിട്ട് വളരെ കുറച്ച് സമയം മതി. അത് നമ്മൾ നോക്കിയതായിട്ട് ഒരിക്കലും പ്രേക്ഷകന് തോന്നുകയില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ബുക്ക് പേജ് മെൻ്റലിസത്തിൻ്റെ ട്യൂട്ടോറിയൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു മാജിക്കും ട്യൂട്ടോറിയലുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.